ഇത് ഡബിൾ ഡക്കർ ട്രെയിനാണ് കേട്ടോ. ഇത് കേരളത്തിൽ ഓടുന്നുണ്ടാകുന്ന എനിക്കറിയില്ല. ഇത് ചെന്നൈ ബാംഗ്ലൂരാണിത്. ഇത് ഡബിൾ ഡക്കർ. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾ ഈ ട്രെയിനിൽ കയറിയിട്ടില്ലെങ്കിൽ എപ്പോഴേലൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ട്രെയിൻ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ട്രാവലിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനാണ്. ഞങ്ങൾ ഇവിടുന്ന് ചെന്നൈയിലേക്ക് ഒരു ട്രാവലിംഗ് ഒരു യാത്ര പുറപ്പെടുകയാണ്. ഒരു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ. ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരും. അപ്പോൾ ഇത് രാവിലെ 6:10 ട്രെയിനിനാണ് ഞങ്ങൾ പോണത് ചെന്നൈക്ക്. ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് ശതാബ്ദി എന്ന് പറഞ്ഞ ട്രെയിനിലാണ് പോണത് കേട്ടോ. അപ്പോൾ ആ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇനി ഒരു 10 മിനിറ്റിലെ ട്രെയിൻ വരും. അപ്പോൾ ഈ കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഭയങ്കര റിനോവേഷൻ്റെ വർക്ക് നടക്കുകയാണ്. എല്ലാ സ്ഥലത്തും പണി നടക്കുകയാണ്. ഭയങ്കര ബിൽഡിങ്ങൊക്കെ ഡെവലപ്പ് ചെയ്ത്, അത് കാരണം എല്ലായിടത്തും പണി നടക്കുന്ന റെയിൽവേ സ്റ്റേഷനൊന്നും അത്ര നീറ്റായിട്ട് ഇപ്പോൾ ക്ലിയറായിട്ട് കാണിക്കാൻ പറ്റില്ല. കണ്ടില്ല, എല്ലായിടത്തും കൺസ്ട്രക്ഷൻ്റെ വർക്ക് നടക്കുകയാണ്. ഇനിയൊരു 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിരിക്കും ഈ സ്റ്റേഷൻ, കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ. അത്ര ഡെവലപ്മെൻറ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് തന്നെ കുറേ ട്രെയിനുകളൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ടാവും. ഈ കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ ഒരു കേരളത്തിലുള്ളവർക്കും അറിയാൻ പറ്റും. എന്താ വെച്ചാൽ നിറയെ പേര് വരികയാണെങ്കിൽ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ഈ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേഷനാണ് മെജസ്റ്റിക് സ്റ്റേഷന്, ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കയറാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റേഷനാണിത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭയങ്കര അടുത്താണ് ഈ സ്റ്റേഷൻ കണ്ടോൺമെൻറ്റ്. ഞങ്ങൾക്ക് വരാനും പോകാനൊക്കെ ഈ സ്റ്റേഷനാണ് എളുപ്പം. അത് കാരണം ഞങ്ങൾ ഇവിടുന്നാണ് പോണത്. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ ശതാബ്ദി ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ കയറാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഈ ട്രെയിൻ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ചെന്നൈ വരെ ഉള്ളൂ കേട്ടോ. ഇത് ഫുള്ള് AC ആണിത്, ഈ ശതാബ്ദി ട്രെയിൻ. ഈ ട്രെയിനിൽ ഫുള്ള് AC കോച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫുള്ള് AC ആണ് ഇതിൽ. അത് കാരണം കുറച്ച് പൈസയും കൂടുതലാണ് ഇതിൽ കേട്ടോ. ഇത് കാലത്ത് 6:10 ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെടുന്നത്. ഇത് ഒരു 11:10 ചെന്നൈ സെൻട്രലിലെത്തും കേട്ടോ. അപ്പോൾ നമ്മളുടെ കമ്പാർട്ട്മെൻറ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിലിരുന്ന് പോണ്. നമുക്ക് റിവേഴ്സ് സീറ്റാണ് കിട്ടിയത്. അത് കാരണം ട്രെയിനിലിരിക്കുമ്പോൾ റിവേഴ്സ് പോകണ മാതിരി തോന്നും. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള സീറ്റുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞ് ഇരിക്കുന്ന സീറ്റുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സീറ്റായിട്ട്, ട്രെയിൻ പോണതിൻ്റെ ഓപ്പോസിറ്റായിട്ട്. അതാണ് ട്രെയിൻ പോകുമ്പോൾ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ നല്ല ക്ലൈമറ്റാണ് ബാംഗ്ലൂർ. കുറച്ച് മഴയൊക്കെ പെയ്തിട്ട് നല്ല കൂളിങ്ങാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെന്നൈക്ക്. അപ്പോൾ ഈ ട്രെയിനിന് പിന്നെ അധികം സ്റ്റോപ്പൊന്നുമില്ല കേട്ടോ. ഒരു 3-4 സ്റ്റോപ്പുള്ളൂ. കറക്റ്റ് 5 മണിക്കൂറിന് ഉള്ളിൽ ചെന്നൈ സെൻട്രലിലെത്തും. ഇവിടുന്ന് 6:10 എന്ന് പറയുകയാണെങ്കിൽ 11:10 ചെന്നൈ സെൻട്രലിലെത്തും കേട്ടോ. ഒരു നല്ലൊരു ടൈമിങ്ങുള്ള ട്രെയിനാണിത്. ആൾക്കാർക്ക് പോകാനൊക്കെ നമുക്ക് അത്രയധികം ഡേ ടൈമൊന്നും വേസ്റ്റ് ആവില്ല. പിന്നെ കാലത്ത് കുറച്ച് നേരത്തെ എണീറ്റൊക്കെ റെഡിയായി വരണം മാത്രം. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേഷനുകളൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കാനുണ്ടാ. അല്ല, ഈ സ്റ്റേഷനിലൊന്നും സ്റ്റോപ്പില്ല. ഇപ്പോൾ കഴിഞ്ഞു പോയ സ്റ്റേഷൻ KR പുരം എന്ന് പറയും. ആ സ്റ്റേഷനാണ്. അവിടെ സ്റ്റോപ്പില്ല കേട്ടോ. ഇത് അവിടുത്തെ മെട്രോയുടെ ബ്രിഡ്ജാണ്. ഇതാണ് മെട്രോയുടെ ലൈനാണ് കണ്ടമുകളിൽ കൂടെ. KR പുരത്ത് സ്റ്റോപ്പില്ല. ഇനി അടുത്ത സ്റ്റോപ്പ് എവിടെയാണെന്ന് നോക്കിയിട്ട് പറയാം ഞാൻ കേട്ടോ. പോണ വഴിക്ക് കാണുന്ന ഓരോ സീനുകൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ കണ്ടെയ്നറൊക്കെ കൊണ്ടുവരുന്ന ട്രെയിനുകളാണ്. ഓരോ ട്രെയിനുകൾ അങ്ങനെ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സൈറ്റ് സീയിങ്ങാണ്. ഇപ്പോൾ അതായത് ചൂടൊന്നുമില്ല, മഴയൊക്കെ പെയ്ത് നല്ലൊരു, പിന്നെ കാലത്താണല്ലോ, അത് കാരണം ഒരു സണ്ണൊന്നും ഇനി വന്നിട്ടില്ല, സൺറൈസ് ഒന്നും ശരിക്കും വന്നിട്ടില്ല. ഇതൊരു എന്തോ വലിയൊരു ഗുഡ്സ് ട്രെയിനാണ് ഈ പോയത്. ഒരു പ്രത്യേക ടൈപ്പ് അതിൻ്റെ ബോഗികളാണ് കേട്ടോ. ഇപ്പോൾ അടുത്ത സ്റ്റേഷനെത്തി. ഇത് ബംഗാർപേട്ടാണ്. ബംഗാർപേട്ട എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഇവിടെ സ്റ്റോപ്പുണ്ട് കേട്ടോ. ആൾക്കാർ രാവിലെയൊക്കെ റെഡി ചെയ്ത് ഇഷ്ടംപോലെ ആൾക്കാരാണ്. ട്രെയിൻ ഫുള്ളാണ്. ഞങ്ങൾ 1 മാസം മുമ്പ് ടിക്കറ്റ് റിസർവേഷൻ ചെയ്താലും കിട്ടിയതാണ്. അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും ടിക്കറ്റ് കിട്ടാൻ. ഈ ട്രെയിനൊക്കെ എപ്പോഴും ഫുള്ളായിരിക്കും. അപ്പോൾ ഇത് ബംഗാർപേട്ട സ്റ്റേഷനാണ്. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ, പിന്നെ ഈ ട്രെയിനിൽ കയറിയതും നമുക്ക് ട്രെയിനിൽ പേപ്പർ പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ടു തരും കേട്ടോ.
അതൊക്കെ ഫ്രീ ആണ്. നമ്മുടെ ടിക്കറ്റിലെല്ലാം ഇൻക്ലൂഡ് ആയിരിക്കും. പിന്നെ നല്ല പുറത്ത് നല്ല കാഴ്ച, നല്ല സൂപ്പർ ഗ്രീനറിയാണ്, നന്നായിട്ടുണ്ട് കാണാനായിട്ടാ. കണ്ടില്ലേ? ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ വന്നിട്ട് അത് ജോലാർപേട്ടാണ്. ഇത് വലിയ സ്റ്റേഷനാണ് ജോലാർപേട്ട്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേഷൻ വന്നത് ഇത് ആമ്പൂറാണ്. ആമ്പൂർ സ്റ്റേഷനാണ് ഇപ്പോൾ കഴിഞ്ഞിട്ട്. ജോലാർപേട്ട് കഴിഞ്ഞാൽ പിന്നെ ആമ്പൂറാണ്. പിന്നെ ഓരോ സ്റ്റേഷൻ ഇങ്ങനെ പാസ്സാകുമ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രം. ഇത് കണ്ടില്ല, അപ്പുറത്തെ സൈഡിൽ സ്റ്റേഷൻ്റെ ഞങ്ങൾ ഈ സൈഡിലത്തെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പുറത്തെ സൈഡിലെ പ്ലാറ്റ്ഫോമിൽ നിറയെ ആൾക്കാർ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടാ. നമ്മുടെ ഒരു ദേശീയ പതാക, നാഷണൽ ഫ്ലാഗ് കാണുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് രാവിലെ തന്നെ. ഇതൊക്കെ ഓരോ ഗുഡ്സ് ട്രെയിനുകളാണ്. ഇതിലൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകണമെന്ന് അറിയില്ല. അതൊക്കെ ഒരു പ്രത്യേക സൈസ് വാഗണുകളാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ബ്രിഡ്ജ് വന്നു, ഒന്നായിട്ടുണ്ട് കാണാനായിട്ട്. ടണൽ പോലത്തെ ബ്രിഡ്ജുകളാണ്. അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വെറും വൺ ഡേ ട്രിപ്പാണ്. ഇപ്പം ചെന്നൈയിൽ പോയി ഇന്നിപ്പോൾ ഞങ്ങൾ 11 മണിക്ക് എത്തും. അത് കഴിഞ്ഞ് ഇന്നവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഞങ്ങൾക്ക് റിട്ടേൺ ട്രെയിനാണ് കേട്ടോ. ഞങ്ങൾക്ക് 7:20 ട്രെയിനാണ് സെൻട്രലിൽ നിന്ന്. അപ്പോൾ ആ ട്രെയിനുകൾ തിരിച്ചു വരും. ഇത് ഓരോ ട്രെയിനുകളൊക്കെ ഇങ്ങനെ പാസ്സായിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഈ ചെന്നൈ സിറ്റിക്കുള്ളിൽ ഓടുന്ന ട്രെയിനുകളാണ്, ഇലക്ട്രിക് ട്രെയിനുകളാണിത്, ഈ ബോംബെയിലൊക്കെ ഉള്ള പോലെ. പിന്നെ അത് കണ്ടില്ല, നല്ല ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാർക്ക്, ഫ്ലൈ ഓവർ. ഈ ട്രെയിനിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കാണാൻ ഒരു പ്രത്യേക ഒരു കൗതുകമാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. പല കാഴ്ചകൾ നമുക്ക് ഈ ട്രെയിനിലിരുന്ന് പോകുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. കണ്ടില്ലേ? പുഴകളും പിന്നെ തടാകങ്ങളും മരങ്ങളും ഇങ്ങനെ ഗ്രീനറി, മലകൾ, അതുപോലെ ട്രെയിനുകൾ, ഇതെല്ലാം ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ചെന്നൈ സെൻട്രലിലെത്തിയിട്ടാ. ഇതാണ് നമ്മുടെ ചെന്നൈ സെൻട്രൽ സ്റ്റേഷൻ. ഇതെന്ന് പറയുന്നത് നമ്മൾ എല്ലാ മലയാള സിനിമകളിലൊക്കെ പണ്ട് മദ്രാസ് എന്ന് പറഞ്ഞ് കാണിക്കുമല്ലോ, മദ്രാസ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഇതാണ് കാണിക്കുന്നത്. ഈ സ്റ്റേഷൻ്റെയാണ് ഫോട്ടോ ഉണ്ടാവുക, ഫോട്ടോ വീഡിയോ ഒക്കെ ഉണ്ടാവും സിനിമകളിലും എല്ലാത്തിനും കാണുമ്പോൾ. ഇത് സെൻട്രലിലത്തെ മെട്രോ സ്റ്റേഷനാണ് കേട്ടത്. ഇപ്പോൾ നമ്മൾ ഈ ട്രെയിനിൽ വന്നിറങ്ങിയിട്ട് നമുക്ക് വേറെ ഇവിടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ പോകാനാണെങ്കിൽ ഇവിടുന്ന് തൊട്ട് മുമ്പിൽ തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ യാത്രയൊക്കെ ഇവിടെ ഭയങ്കര സൗകര്യമാണ് കേട്ടോ. ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് ഓടിക്കുമ്പോഴും മെട്രോ പിടിച്ച് നമുക്ക് പോകാം. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞങ്ങൾക്ക്. ഇത് ചെന്നൈ സെൻട്രൽ സ്റ്റേഷനാണ്. ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോകാനുള്ള ട്രെയിനാണിത്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഡബിൾ ഡെക്കർ ട്രെയിനാണിത്. ഞങ്ങളുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ ഡബിൾ ഡെക്കറിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇത് ചെന്നൈ ടു ബാംഗ്ലൂരാണ്. അപ്പോൾ ഈ ട്രെയിനിൽ ഞങ്ങൾ ഈ ട്രെയിനിലാണ് ഇപ്പോൾ ഇവിടുന്ന് ചെന്നൈയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? ഡബിൾ ഡെക്കറിൻ്റെ താഴത്തെ ഫ്ലോറാണ് ഈ കാണുന്നത്. അത് പ്ലാറ്റ്ഫോമിൻ്റെ ലെവലിലാണ് ഇരിക്കുന്നത് ആൾക്കാർ. ഇതിൻ്റെ ഉള്ളിലും കയറി ഞങ്ങൾക്കൊന്നൊരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടി, സൗകര്യം കിട്ടി. ഇത് ചെന്നൈയിൽ നിന്ന് 7:20 ട്രെയിൻ പുറപ്പെടുന്നത്. ബാംഗ്ലൂർ ഒരു 12:15 എത്തും. അപ്പോൾ ആ ട്രെയിനിലേക്ക് നമ്മൾ കയറാൻ പോയിക്കൊണ്ട് ഞങ്ങളുടെ കോച്ച് എന്ന് പറഞ്ഞാൽ C3 ആണ്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് വരികയാണ്. ഇതൊരു ആദ്യത്തെ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞങ്ങൾ ഇതിനു മുമ്പ് വന്ദേ ഭാരതിലൊക്കെ കയറിയിട്ടുണ്ട്. ഈ ഡബിൾ ഡെക്കറിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ അതും ഞങ്ങൾക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു. ഈ ട്രെയിൻ നാട്ടിൽ ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. ഇത് കോയമ്പത്തൂർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കാണുന്നത് താഴത്തെ ഫ്ലോറാണിത്. ഇതിന്ന് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകണം. ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ് ഇപ്പോൾ കണ്ടത്. ഇതാണല്ലേ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്ന ചെറിയ സ്റ്റെപ്പായിരുന്നു. അതിലുള്ള ആൾക്കാരിരിക്കാനായിട്ടാണ്. നമുക്ക് ലഗേജ് വെക്കാനൊക്കെ സൗകര്യമുണ്ട്. ഇതൊരു നമ്മളൊരു ഇത് കണ്ടത് താഴത്തേക്ക് ഇറങ്ങണ ആ സ്റ്റെപ്പാണ്. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ആ ലെവലിലായിരിക്കും നമുക്ക് ഇരിക്കണം, നമ്മൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മളെപ്പോഴും ടിക്കറ്റ് എടുക്കുമ്പോൾ അപ്പർ ഫ്ലോറിൽ കിട്ടാൻ നമ്മൾ ട്രൈ ചെയ്താൽ നന്നായിട്ടുണ്ടാവും. എന്നുവെച്ചാൽ നമുക്ക് അവിടെ ഇരുന്ന് എല്ലാം കാണാനും നമുക്ക് സാധാരണ ട്രെയിനിലിരുന്ന് പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. ഈ താഴ്ത്തിരിക്കുമ്പോഴേ ഒരു പ്രത്യേക ഒരു ഇതാണ്, എന്ന് വെച്ചാൽ കുഴിയിലിരിക്കുന്ന പോലെയാണ്. ഈ പ്ലാറ്റ്ഫോമുകളും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാറ്റ്ഫോമിൻ്റെ അതേ ലെവലിലായിരിക്കും ഇരിക്കണം. അത് കാരണം നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ അത്ര വിസിബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അപ്പർ ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അതേമാതിരി ലോവർ ഫ്ലോർ കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് എടുക്കാം. ഇത് ഒരു സീറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഇതും ഫുൾ AC ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു സൗകര്യമാണ്. ചെന്നൈയിൽ നിന്നൊക്കെ പോയി ബാംഗ്ലൂർക്കൊക്കെ പോകാനായിട്ട് ഒരു നല്ല ടൈമിങ്ങാണ് ഇതിൻ്റെ. കാലത്ത് ഒരു 7:20 കയറി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഒരു 12 ആകുമ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തും. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ പോയി ലഞ്ചൊക്കെ കഴിക്കാനും നമുക്ക് ടൈം പാസ്, നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ആകില്ല, ഒരു ഡേ ഒന്നും വേസ്റ്റ് ആകില്ല. പിന്നെ ഇതിലും ഫുള്ള് നമുക്ക് എല്ലാ ഫുഡൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ ക്യാൻറ്റീനൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാം കിട്ടും, സ്നാക്സ്, അതുമാതിരി എല്ലാ സാധനവും, വാട്ടർ ബോട്ടിൽ, സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇത് ഫുള്ള് AC ആണ്. അത് കാരണം ഇങ്ങനെ ഡോർ ക്ലോസ് ആണ്. ഇത് തുറന്നിട്ട് അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം.
സാധാരണ എല്ലാ ട്രെയിനിലത്തെ പോലെ അടുത്ത കമ്പാർട്ട്മെൻറ്റുള്ളിലേക്ക് പോകണം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ള ബസ്സുകളിലൊക്കെ ഡബിൾ ഡെക്കർ സ്ലീപ്പിംഗ് കോച്ചുകളിലൊക്കെ ഡബിൾ ഇതാണല്ലോ, താഴത്തും ബർത്തുണ്ടാവും മുകളിലും ബർത്തുണ്ടാവും. പക്ഷേ ട്രെയിനിൽ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ കാണുന്നത്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് കണ്ടിട്ട് മുകളിലേക്ക് കയറാൻ അപ്പർ ഫ്ലോറിലേക്കുള്ളതാണിത്, ഇത് ലോവർ ഫ്ലോറിലേക്കുള്ള ഇറങ്ങാനുള്ളത് കേട്ടോ. അങ്ങനെയുള്ള സ്റ്റെപ്പാണ് കണ്ടത്. ആൾക്കാർ രാവിലെ ടൈമായിരുന്ന ആൾക്കാരൊക്കെ ഇരുന്ന് ഉറങ്ങുമൊക്കെയാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഈ ട്രെയിൻ, ഈ ഡബിൾ ഡെക്കർ കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഈ ട്രെയിനിലൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മൾ ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റിലെത്തി. നമ്മളധികം നീട്ടി എടുത്തിട്ട് കാര്യമില്ല, വീഡിയോ ഈ ട്രെയിൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൺട്രോൺമെൻറ്റിലെത്തി, നമ്മൾ കൺട്രോൺമെൻറ്റിൽ ഇറങ്ങിയിട്ടാ. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ ഡബിൾ ഡെക്കറും ശതാബ്ദി ട്രെയിനൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ലൊരു ജേർണി ആയിരുന്നു ഞങ്ങളുടെ 1 ഡേ ട്രിപ്പ്. സൂപ്പറായിരുന്നു, ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. അതിവിടെ ഈ വീഡിയോ ഇവിടെ നിർത്താണ്. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ.